ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന ചൂടിനെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നാറുക്കും ഹാദിഹി മാ യൂഖിദു ഇബ്നു ആദം ജുസ്ഉം മിൻ 70 മിൻ നാരി ജഹന്നം. ഈ ദുനിയാവിൻ്റെ ചൂട് അഥവാ മനുഷ്യർ തീ കത്തിക്കുന്ന ഈ ദുനിയാവിലെ തീയുടെ ചൂട്, ഈ ദുനിയാവിലെ സൂര്യൻ്റെ താപം, ഈ വേനൽക്കാലത്തെ ശക്തമായ സൂര്യതാപം, ഇതൊക്കെ ജുസ്ഉം മിൻ 70 മിൻ നാരി ജഹന്നം, ജഹന്നമിൻ്റെ ചൂടിൻ്റെ 70% മാത്രമാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം സൂര്യൻ എന്തുമാത്രം അകലെയാണ് ഭൂമിയുമായിട്ട് നിൽക്കുന്നത് എന്ന്. ഏകദേശം 15 കോടിയോളം അകലെയാണ് ഈ കത്തിക്കാളുന്ന സൂര്യൻ ഇന്ന് നിലനിൽക്കുന്നത്. ഈ സൂര്യനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വേനൽക്കാലത്ത് ഇത്രയും ശക്തമായ താപം നമ്മൾക്ക് നൽകുന്നത്. സഹിക്കാൻ കഴിയാത്ത, നട്ടുച്ച സമയത്ത് സഹിക്കാൻ കഴിയാത്ത ശക്തമായ ഈ ചൂട് ഈ സൂര്യൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചൂടായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സൂര്യൻ്റെ പുറമേ ഉള്ള ചൂടെന്താണ്, അതിൻ്റെ കേന്ദ്രഭാഗത്തുള്ള ചൂട് എന്താണ് എന്ന് വ്യക്തമായിട്ടും ഇന്ന് സയൻസ് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. സൂര്യൻ്റെ പുറമേ ഉള്ള ചൂട് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 6000 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സൂര്യൻ്റെ പുറമേ ഉള്ള ചൂടിൽ നിന്നുള്ള അംശമാണ് ഈ ഭൂമി ലോകത്തേക്ക് പതിക്കുമ്പോൾ 42 43 ഏറിയാൽ കേരളത്തിലെ ചൂട് 48, അതിനപ്പുറത്ത് പോയിട്ടില്ല. ആ ചൂട് വരുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. സൂര്യൻ്റെ പുറമേ ഉള്ള ചൂടിൻ്റെ ആ ദൈർഘ്യം, അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് സയൻസ് പഠിപ്പിക്കുന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 6000 ഡിഗ്രിയിൽ നിന്ന് 1000 ഇല്ല, 500 ഇല്ല, 100 ഇല്ല, 50 ഇല്ല, 35 40 ഒക്കെ ആകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സൂര്യൻ്റെ കേന്ദ്രഭാഗത്തുള്ള ചൂട് കൃത്യമായും ഇന്ന് സയൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 2,60,00,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2,60,00,000 ഡിഗ്രി സെൽഷ്യസിലാണ് സൂര്യൻ്റെ കേന്ദ്രഭാഗത്തുള്ള ചൂട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കേന്ദ്രഭാഗത്തുള്ള ചൂട്, അതിൽ നിന്നും പുറം ഭാഗത്തുള്ള ചൂട് എന്തുമാത്രം കുറവാണ്. ആ ചൂടിൽ നിന്നും നിസാരമായ ചൂട്, ആപേക്ഷികമായി നോക്കുമ്പോൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല കേട്ടോ, ആപേക്ഷികമായി നോക്കുമ്പോൾ നിസാരമായ ചൂട്, ആ ചൂടാണ് ഈ ഉഷ്ണകാലത്ത് ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചൂടായി മാറുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും സൂര്യതാപം കാരണമായിട്ട്, ഉഷ്ണം കാരണമായിട്ട് മനുഷ്യർ പലരും ബോധരഹിതരായി വീഴുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ധാരാളം മരണങ്ങൾ സംഭവിച്ചു. ഈ സന്ദർഭത്തിലും ഈ വർഷത്തിലും ഇനി പലതും സംഭവിക്കാം. പക്ഷേ ഈ സൂര്യനെ നാളെ ആഖിറത്തിൽ, നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ എങ്ങനെയാണ് ഉദിപ്പിച്ചു നിർത്തുന്നത് എന്ന് വ്യക്തമായ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് സൂര്യൻ്റെ കേന്ദ്രഭാഗത്തുള്ള ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സൂര്യൻ്റെ പുറം ഭാഗത്തുള്ള സൂര്യൻ്റെ ആ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിൽ നിന്നെല്ലാം എത്രയോ കുറവാണ്. വിവിധ സ്ഫിയറുകൾ അല്ലാഹു തആല അന്തരീക്ഷത്തിൽ നിർമ്മിച്ച്, ആ അന്തരീക്ഷത്തിലുള്ള സ്ഫിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മിയെ പരമാവധി ശുദ്ധീകരിച്ച് ഫിൽറ്റർ ചെയ്ത് മനുഷ്യനും മറ്റിതര ജീവജാലങ്ങൾക്കും ഭൂമിയിലുള്ള സസ്യലതാദികൾക്കുമെല്ലാം പ്രയോജനകരമായ നിലയിൽ, ഉപകാരപ്രദമായ നിലയിലാണ് ശുദ്ധീകരിച്ച് ആ സൂര്യൻ്റെ ചൂടിനെ, വെളിച്ചത്തെ ഭൂമിയിലേക്ക് നൽകുന്നത്. എന്നാൽ തന്നെയും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സൂര്യനെയാണ് നാളെ ആഖിറത്തിൽ സൃഷ്ടികളുടെ തലയ്ക്ക് മുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദിപ്പിച്ചു നിർത്തുന്നത്.
അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് അകലത്തെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. തുദിന ശംസു യൗമൽ ഖിയാമ, വിചാരണ നാളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണുന്ന ഈ സൂര്യനെ ഉദിപ്പിച്ചു നിർത്തുന്നത് മിനൽ ഖൽഖി, പടപ്പുകൾക്ക് സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് മുകളിലായിട്ട് ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മൈലിൻ, ഒരു മൈലിൻ്റെ അളവ് ദൈർഘ്യത്തിലായിരിക്കും. ഒരു മൈല് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1.25 കിലോമീറ്റർ മുകളിലോട്ട് എത്രമാത്രം ദൂരമുണ്ടോ അത്രയും ദൂരത്തിലാണ് ഈ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ ഉദിപ്പിച്ച് നിർത്തുന്നത് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അന്നത്തെ ആ ചൂടിൽ നിന്ന് ആരാണ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാനുള്ളത്? ഇന്നത്തെ ഈ ദുനിയാവിലെ ചൂടിൽ നിന്ന് അത് 40 ആകുമ്പോൾ 42 ആകുമ്പോൾ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ ഈ ഭൂമി ലോകത്ത് ഒരുക്കുന്നുണ്ട് എങ്കിൽ നാളെ ആഖിറത്തിൽ പടച്ച തമ്പുരാൻ എല്ലാ പടപ്പുകളെയും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറയിൽ പ്രിയപ്പെട്ടവരെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഉദിപ്പിച്ച് നിർത്തുന്ന ഈ സൂര്യൻ്റെ താപത്തിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ ആരാണ് ഒരുക്കുന്നത്? ഈ ദുനിയാവിൽ വെച്ച് നാം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിൽ അന്ന് ആഖിറത്തിൽ രക്ഷയുണ്ടാകുകയുള്ളൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, 7 വിഭാഗം സൽക്കർമ്മകാരികളായ മനുഷ്യർക്ക് നാളെ ആഖിറത്തിൽ അന്നാളിലെ സൂര്യൻ്റെ താപത്തിൽ നിന്ന് ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ഷൻ സംരക്ഷണം നൽകുമെന്ന് പലവരും നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. എന്നാലും ഈ ഉഷ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, താപം വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അസഹനീയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നാളെ വരാനിരിക്കുന്ന ആഖിറത്തിൻ്റെ ചൂടിനെ കുറിച്ച് നാം ബോധവാന്മാരാകുകയും ആ ചൂടിൽ നിന്ന് പടച്ച തമ്പുരാൻ നമുക്ക് സംരക്ഷണം നൽകുന്ന 7 വിഭാഗം ജനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽപ്പെടാൻ നാം ഓരോരുത്തരും ഈ ദുനിയാവിലെ ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് സഹിക്കാൻ കഴിയാത്ത ചൂടിനെ കുറിച്ച് നാം പരിതപിക്കുമ്പോൾ, നാം അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആരാണത്? ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. ഭരണം കൈയാളുന്ന, വിവിധ മേഖലകളിൽ ഭരണം കൈയാളുന്ന ആൾക്കാർ നീതിപൂർവമാണ് തൻ്റെ ജനതയോട് ഭരണം കൈയാളുന്നതെങ്കിൽ, ഭരണം നടത്തുന്നത് എങ്കിൽ ആ ഭരണാധികാരിക്ക് നാളെ അർശിൻ്റെ തണൽ പടച്ച തമ്പുരാൻ പ്രത്യേകമായിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ദാസന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണാധികാരിയാകാം, ഒരു വാർഡിൻ്റെ ഭരണാധികാരിയാകാം, ഒരു പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്ത് നടത്തുന്നവരാകാം, ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നവരാകാം, സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നവരാകാം. ഈ ഭരണാധികാരികൾക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, യോഗ്യത എന്ന് പറയുന്നത് അതിലാണ്, നീതിയാണ്. ആ നീതി അനുസരിച്ചുള്ള ഭരണമാണ് നടത്തുന്നത് എങ്കിൽ നാളെ ആഖിറത്തിൽ രക്ഷയുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൗമാര പ്രായക്കാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ നിങ്ങൾ കാഴ്ചവെക്കുന്നത് എങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ മഹ്ശറയിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നിങ്ങളുടെ തലയുടെ മുകളിൽ 1.5 കിലോമീറ്റർ അകലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ താപത്തിൽ നിന്ന് അർശിൻ്റെ തണലിട്ടുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുമെന്നാണ്. അതുകൊണ്ട് യുവത്വത്തിന് വളരെ സ്ഥാനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉള്ളത്. സഹാബാക്കൾ അധികവും യുവാക്കളായിരുന്നു. അവരുടെ ജീവിതവും യുവത്വ കാലഘട്ടവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിജയത്തിനു വേണ്ടിയും വ്യാപനത്തിനു വേണ്ടിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ചിലവഴിച്ചിരുന്നത്. ഞാൻ ഇന്ന് പള്ളിയിലോട്ട് കയറി വരുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഏതാനും കൗമാര പ്രായക്കാർ 1-2 യുവാക്കൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതിൽ ഒരു മോൻ പറഞ്ഞു, ആലപ്പുഴയിൽ നിന്നാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വെക്കേഷൻ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി, തബ്ലീഗിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിപ്പെട്ടിരിക്കുകയാണ്. സാന്ദർഭികമായിട്ട് ആ മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അർശിൻ്റെ തണൽ കിട്ടുന്ന 2
നാലാമത്തെ വിഭാഗമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വലുതായി കൊണ്ടിരിക്കുന്ന യുവാക്കളാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഗണത്തിൽ ചേരാൻ നാം ഓരോരുത്തരും തയ്യാറാകുക. മൂന്നാമതായിട്ട് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായിട്ട് ഇണക്കത്തിലാണ്, പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവൻ്റെ ഹൃദയം. പള്ളിക്ക് നിന്നും പുറത്തു പോയാൽ എപ്പോഴും അവൻ്റെ മനസ്സിലുള്ള വികാരം അവന് പള്ളിയിലേക്ക് വരണമെന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനത്തിന് തൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഏതു മനുഷ്യരുണ്ടോ, അത് ചെറുപ്പക്കാരെന്നില്ല, മധ്യവയസ്കരെന്നില്ല, പ്രായം ചെന്നവരെന്നില്ല, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ നാളെ ആഖിറത്തുൽ മഹ്ശറയിൽ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഗണത്തിൽപ്പെടാൻ തയ്യാറാകുക. അള്ളാഹുവിൻ്റെ പള്ളികളെ സ്നേഹിക്കുക, പള്ളികളുമായിട്ട് പരമാവധി ബന്ധം പുലർത്തുക, ആ പള്ളികളിൽ കൂടുതൽ സമയം വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും അമലുമായി ബന്ധപ്പെടുക. നാലാമത്തെ വിഭാഗം വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖാ അലൈഹി, രണ്ട് മുഅ്മിനീങ്ങൾ അവർ പരസ്പരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പരിചയപ്പെടുന്നു, സ്നേഹം പങ്കിടുന്നു, പരസ്പരം സ്നേഹിതന്മാരായി മാറുന്നു. എന്നിട്ടോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവർ ആ സ്നേഹം നിലനിർത്തുന്നു. പിരിയേണ്ടി വരുമ്പോൾ അവർ സ്നേഹത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പിരിയുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഞ്ചാമതായിട്ടുള്ളൊരു വിഭാഗം റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വ ജമാലിൻ, വളരെ സൗന്ദര്യമുള്ള ഉന്നത കുലത്തിൽപ്പെട്ട എല്ലാവിധമായ സൗകര്യങ്ങളുമുള്ള ഒരു സ്ത്രീ അവിഹിത ബന്ധത്തിനു വേണ്ടി ഒരു പുരുഷനെ സമീപിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്നു, ആരും കാണുകയില്ല, എല്ലാ ജന്നലുകളും വാതിലുകളും അടയ്ക്കപ്പെട്ടു, ഭദ്രമാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൽ അപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ഇന്നി അഖാഫുല്ലാ, പെണ്ണെ നീ എന്നെ അവിഹിത വീഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു, നിനക്ക് സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, എൻ്റെ വികാരത്തെ നീ ഇളക്കിയിരിക്കുകയാണ്. പക്ഷെ ആരും കാണുകയില്ലെങ്കിലും അള്ളാഹു ഇത് കാണും, അവൻ്റെ കണ്ണടയ്ക്കാൻ നമുക്ക് കഴിയുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തോടുകൂടി അതിൽ നിന്നും പിന്മാറുന്ന മനുഷ്യര്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ആ സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ്റെ മഹ്ശറയെയും വിചാരണയെയും അവൻ്റെ ശിക്ഷയെയും ഭയന്നുകൊണ്ട് അതിൽ നിന്നും പിന്മാറുന്ന ആൾക്കാർ, അങ്ങനെ മുത്തഖീങ്ങളും മുഖലിസീങ്ങളുമായി തീരുന്ന ആൾക്കാർ, അവർക്ക് നാളെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ്. ആറാമതായി നബി തങ്ങൾ പറഞ്ഞു റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു ഹത്താ തുൻഫിക യമീനുഹു, ഒരു മനുഷ്യൻ വലത് കൈ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ യതീംഖാനകൾക്ക് വേണ്ടി ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സദക്കകളുടെ വിവിധ മേഖലകളിൽ അവൻ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് അവൻ്റെ ഇടത് കൈ പോലും അറിയുകയില്ല. അത്രയും രഹസ്യമാണെന്നല്ല, പരമരഹസ്യമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ദീനിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്ന ആൾക്കാർ, അവർക്കും നാളെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ്. അവസാനമായി ഏഴാമത്തെ വിഭാഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തിയത് റജുലുൻ, ഒരു മനുഷ്യനാണ്. ദക്കറല്ലാഹ, അള്ളാഹുവിനെ കുറിച്ച് അവന് വലിയ ചിന്തയാണ്. പക്ഷേ എപ്പോഴാണ് ചിന്ത? നാലാൾ കൂടുമ്പോഴല്ല, പള്ളിയിൽ എല്ലാവരും കൂടിയിരിക്കുമ്പോഴല്ല, ദിക്റിൻ്റെ മജ്ലിസിൽ വെച്ചല്ല. പിന്നെ എപ്പോഴാണ് അവന് ചിന്തയുണ്ടാകുന്നത്? ഖാലിയ, ഏകനായിരിക്കുമ്പോൾ, ആരുമില്ലാത്തപ്പോൾ അവനും അവൻ്റെ അള്ളാഹുവും സ്രഷ്ടാവും തമ്മിൽ മനസ്സ് കണക്ട് ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ ഖുദ്റത്തിനെ ഓർത്തുകൊണ്ട് അതിൽ തഫക്കുർ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം പങ്കിട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ ചെയ്ത നിഅമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എനിക്ക് പൂർണ്ണമായും നന്ദി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ദുഃഖിക്കുന്ന, കരയുന്ന, കണ്ണീർ പൊഴിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ആ മനുഷ്യന് നാളെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഫഫാലത്ത് ഐനാഹു, കണ്ണുകളിൽ കൂടി അശ്രുമാരി ഒഴുകും. പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ അങ്ങനെയായിരുന്നു. രാത്രി സമയങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആഖിറത്തിൻ്റെ കാര്യമോർത്ത് അള്ളാഹുവുമായിട്ട് മനസ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയും കരയുകയും ചെയ്യുന്ന സൽക്കർമ്മകാരികളായിരുന്നു. അങ്ങനെ
അങ്ങനെയുള്ളവർക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 വിഭാഗം ആൾക്കാർക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂര്യനെ ഏകദേശം 1.5 കിലോമീറ്റർ അകലത്തിൽ ഉദിപ്പിച്ച് നിർത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന ആ മഹ്ശറയിൽ, ആയിരക്കണക്കിന് വർഷം നിൽക്കേണ്ടി വരുന്ന ആ മഹ്ശറയിൽ വെച്ച് അല്ലാഹു പ്രൊട്ടക്ഷൻ നൽകുമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകുമെങ്കിൽ, ഈ 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ടവരെ നാം തയ്യാറാകണം. അതിനുവേണ്ടി പ്രചോദനമാകണം. നമുക്ക് ഈ ദുനിയാവിൻ്റെ ചൂട്, ഈ അത്യുഷ്ണം അസഹനീയമായ ഈ ചൂട് കാലം എന്നീ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പലതും പറയാറുണ്ട്. ചൂട്, എന്തോ ഒരു ചൂട്, സഹിക്കാൻ കഴിയാത്ത ചൂട് എന്നൊക്കെ നാം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വർത്തമാനങ്ങളിൽ മാത്രം നാം ഒതുക്കാതെ അതിനപ്പുറത്ത് പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും പ്രതിഫലം കിട്ടുന്ന, അല്ലാഹു നാളെ നരകത്തിൽ നിന്നും ജഹന്നമിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഉപകരിക്കുന്ന ദിക്റുകളും ദുആയും ഒക്കെ ഉണ്ട്. അതും കൂടി നാം പറയാൻ ശ്രമിക്കണം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇദാ കാന യൗമുൻ ഹാറുൻ, അത്യുഷ്ണമുണ്ടാകുന്ന ചൂട് കാലയളവിൽ, അൽഖാ സമഅഹു വ ബസറഹു, പടച്ച തമ്പുരാൻ അവന്റെ കണ്ണുകളെയും കാതുകളെയും തിരിച്ചു വെക്കും, ഇലാഹിൽ സമാഇ വൽ അർള്, ആകാശത്തും ഭൂമിയിലുമുള്ള മനുഷ്യരിലേക്ക്, മലക്കുകളിലേക്ക്, മറ്റ് ജീവജാലങ്ങളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പടപ്പുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കും. എപ്പോൾ? ചൂട് കൂടുന്ന കാലഘട്ടത്തിൽ, അത്യുഷ്ണ കാലഘട്ടത്തിൽ, ഈ വേനൽക്കാലത്ത്. പ്രിയപ്പെട്ടവരെ, ഈ മീനമാസ ചൂടിൽ നമ്മളെല്ലാവരും വല്ലാതെ വിലപിക്കുമ്പോൾ, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് അവൻ്റെ കണ്ണും കാതും നമ്മളിലേക്ക് തിരിച്ചു വെക്കുകയാണ്. അല്ലാഹു നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. വൈദാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ ശർറഹത് മാ അശദ്ദ ഹർറനൽ യൗം അല്ലാഹുമ്മ അജിർനി മിൻ നാരി ജഹന്നം. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിൻ്റെ ദാസന്മാരിൽ നിന്നുള്ള ഒരു ദാസൻ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദ ഹർറനൽ യൗം. ഈ ദിവസം എന്തോ ഒരു ചൂടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ഇലാഹില്ല. എന്തൊരു ചൂടാണ് റബ്ബേ ഈ ദിവസം. അല്ലാഹുമ്മ അജിർനി മിൻ ഹർരി ജഹന്നമ. അല്ലാഹുവേ, ജഹന്നമിൻ്റെ ചൂട് നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്നു. ആ ചൂടിൽ നിന്ന് എന്നെ നീ കാക്കണേ തമ്പുരാനെ എന്ന് ഏതൊരു മനുഷ്യൻ ഈ ചൂട് സഹിക്കാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ, ദിവസങ്ങളിൽ ഈ രീതിയിൽ അല്ലാഹുവിനോട് പറയുമോ, സംസാരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖാല, അല്ലാഹു തആല ഇത് കേട്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട്, ലി ജഹന്നമ, ജഹന്നമെന്ന നരകത്തിനോട് അല്ലാഹു പറയും, ഇന്ന അബ്ദൻ മിൻ ഇബാദി ഇസ്തജാറനി മിങ്കി. എൻ്റെ ദാസന്മാരിൽ നിന്നുള്ള ഇന്ന ദാസൻ, അത് മുട്ടാറുള്ള മങ്ങാരം മഹലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, താമസിക്കുന്ന അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ ജീലാനി അല്ലെങ്കിൽ മറ്റ് ഏത് പേരിലെങ്കിലുമുള്ള ഒരു ദാസൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദ ഹർറനൽ യൗം അല്ലാഹുമ്മ അജിർനി മിൻ നാരി ജഹന്നം, ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന മഹ്ശറയെ കുറിച്ച്, ജഹന്നമിനെ കുറിച്ച്, ആ ജഹന്നമിൻ്റെ ചൂടിനെ കുറിച്ച്, അഗ്നിയെ കുറിച്ച് ആ മനുഷ്യൻ പടച്ച തമ്പുരാനോട് കാവൽ ചോദിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആ കാവൽ ചോദിക്കുന്ന വർത്തമാനം കേട്ടുകൊണ്ട് അല്ലാഹു തആല ജഹന്നമെന്ന നരകത്തോട് തന്നെ പറയും, ഇന്ന അബ്ദൻ മിൻ ഇബാദി, തീർച്ചയായും എൻ്റെ ദാസന്മാരിൽ നിന്നുള്ള ഒരു ദാസൻ, ഇസ്തജാറനി മിങ്കി, ജഹന്നമേ, നരകമേ, നിന്നിൽ നിന്നും എന്നോട് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇന്നി ഉശ്ഹിദുക്കി, തീർച്ചയായും ഞാൻ നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, അന്നി ഖദ് അജർതുഹു മിങ്കി, നിന്നിൽ നിന്ന് ഞാൻ ആ മനുഷ്യന് സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ചൂടുള്ള സന്ദർഭത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത്, ജഹന്നമെന്ന ആ നരകത്തിൻ്റെ ചൂട് ഒരിക്കലും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല. ആയതുകൊണ്ട് ആ ജഹന്നമെന്ന നരകത്തിൻ്റെ ചൂടിൽ നിന്നും പടച്ച തമ്പുരാനോട് കാവൽ ചോദിക്കുക, ദുആ ചെയ്യുക, അതിനുവേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് കാണുന്ന ഈ സൂര്യൻ നമ്മളിൽ നിന്നും ഏകദേശം 15 കോടിയോളം അകലെയാണ് ഇന്ന് ഉദിച്ചു നിൽക്കുന്നത്. ആ സൂര്യനാണെങ്കിലോ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗതയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും വേഗതയിലാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യൻ്റെ പുറം ഭാഗത്ത് ചൂട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ചൂട്, ഉൾഭാഗത്ത് ചൂട്
ചൂട് പുറം ഭാഗത്താണ് അല്ലാഹു തആല കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്നറിയുമോ? സൗരയൂഥങ്ങളിലുള്ള പിന്നെ ഒരു ഗ്രഹവും ബാക്കി ഉണ്ടാകുകയില്ല, എല്ലാം ചാരമായി പോകും. അത്രത്തോളം ചൂടാണ് സൂര്യൻ്റെ ചൂട്. ഈ സൂര്യനാണെങ്കിലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അതിവലിയ ദൃഷ്ടാന്തമായിട്ടുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും. നിങ്ങൾക്ക് പകൽ വെളിച്ചം നൽകുന്നു, രാത്രി കുളിർമയാകുന്നു. ഈ സൂര്യനാണെങ്കിലും ഈ ചന്ദ്രനാണെങ്കിലും അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്, അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. അങ്ങനെയുള്ള ആ ദൃഷ്ടാന്തത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരണം. വശംസു തജ്രി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ നാം നിരന്തരമായി പാരായണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ സൂര്യൻ്റെ കാര്യം അള്ളാഹു പറയുന്നുണ്ട്. വശംസു സൂര്യൻ തജ്രി അത് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ, അതിനേതൊരു ഭ്രമണപഥത്തിലൂടെയാണോ റൂട്ടിലൂടെയാണോ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂട്ട് നൽകിയിട്ടുള്ളത്, അതിലൂടെ അത് നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത വളരെ വലുതാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അത് പടച്ച തമ്പുരാൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ്, അവൻ്റെ കഴിവ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ സൂര്യൻ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ഭൂമിയുമായിട്ട് ഒരല്പം അടുത്താൽ ഭൂമിയിൽ പിന്നെ ഒരു മനുഷ്യരും ഒരു ജീവികളും ഉണ്ടാകുകയില്ല, എല്ലാം ചാമ്പലായി പോകും. നേരെ മറിച്ച് അള്ളാഹു ഈ ഭൂമിയിൽ നിന്നും എന്തുമാത്രം അകലെയാണോ സൂര്യനെ നിർത്തിയിരിക്കുന്നത്, ആ അകലത്തിൽ നിന്നും കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയാൽ, കുറച്ചും കൂടി അകലം നൽകിയാൽ ഈ ഭൂമി മുഴുവനും മഞ്ഞുകൊണ്ട് മൂടിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കാതെ അകറ്റാതെ നിരന്തരമായിട്ട് ഒരേ റൂട്ടിലൂടെ വർഷങ്ങളോളം അള്ളാഹു ഇങ്ങനെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ്റെ ഈ മീനമാസത്തിലെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സൂര്യനെ തന്നെ നാളെ ആഖിറത്തിൽ ഒരു മൈൽ അകലെ തലയ്ക്ക് മുകളിലായിട്ട് ഉദിപ്പിച്ചു നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുമ്പോൾ നാം ഓരോരുത്തരും എന്തവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇതായിരുന്നു പ്രവാചകന്മാരെ ചിന്തിപ്പിച്ചിരുന്നത്. നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും വിലപിക്കുന്ന നാളാണ് അന്നാൾ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും മനുഷ്യർ കൂട്ടത്തോടെ ഷഫാഅത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അവസരമല്ല, ഞങ്ങളുടെ കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിയുന്ന ആ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയെ കുറിച്ചാണ് നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ഏതൊരു മനുഷ്യനാണോ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഭയപ്പെട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. വനഹൻ നഫ്സ അനിൽ ഹവാ, മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് നിയന്ത്രണം ഇട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിരോധനങ്ങളും പൂർണ്ണാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് വെച്ച് പ്രാവർത്തികമാക്കുന്നത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവനാണ് സ്വർഗമുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഉത്ബോധനം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചൂടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആഖിറത്തിൻ്റെ കാര്യം വിസ്മരിച്ച് ജീവിക്കല്ലേ. ചൂടിൻ്റെ കാര്യം പറയണം, ജഹന്നം എന്ന നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. റബ്ബേ ഇതെന്ത് ചൂടാണ് എന്ന് പടച്ച തമ്പുരാനോട് നാം മനമുരുകി ചോദിക്കണം. കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവും അവൻ്റെ ഖുദ്റത്തും അംഗീകരിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നാവാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ പരമാവധി നാം ഓരോരുത്തരും റബ്ബിൻ്റെ ഖുദ്റത്തും അവൻ്റെ കഴിവും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമി ലോകത്തിൽ അല്പസമയം മാത്രമാണ് അള്ളാഹു നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. വരാനിരിക്കുന്ന മഹ്ശറയും പരലോകവുമാണ് അനശ്വരമായിട്ടുള്ളത്. അവിടെ വെച്ച് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ്, റിസൾട്ടാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ആ റിസൾട്ട് നാം ഓരോരുത്തരും എങ്ങനെയുള്ളതാക്കണമെന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണിത്. നമ്മളെല്ലാവരും ഇന്നലെ വോട്ട് ചെയ്തതാണ്. നമ്മൾ വോട്ട് ചെയ്തപ്പോൾ ഓരോരുത്തരും വോട്ട് ചെയ്ത ആ വോട്ട് അതിൻ്റെ റിസൾട്ട് അടുത്ത മാസമേ പുറത്തു വരികയുള്ളൂ. അടുത്ത മാസം പുറത്തു വരും. പക്ഷേ ഈ ദുനിയാവിലെ നാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് ആഖിറത്തിൽ ചെല്ലുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ വരുന്നത്. ആ റിസൾട്ട് വിജയപ്രദമാക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നാൾ അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, അവരുടെ ആ പ്രസ്ഥാനങ്ങളിൽ
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാം പണിയെടുത്തത് എന്തിനു വേണ്ടി? നിസ്സാരമായ ദുനിയാവിൻ്റെ അല്പനേട്ടത്തിനു വേണ്ടി. ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സമയം ദിവസങ്ങളെടുത്ത്, മണിക്കൂറുകളെടുത്ത്, മാസങ്ങളെടുത്ത് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ അല്പം നേട്ടത്തിന് വേണ്ടിയാണ് ഇത്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കുട്ടികൾ +1 പരീക്ഷയും +2 പരീക്ഷയും SSLC പരീക്ഷയും ഒക്കെ എഴുതി ആ പരീക്ഷ ചൂട് അവരെ വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. അവരും റിസൾട്ട് പ്രതീക്ഷിച്ച് കഴിയുകയാണ്. എന്തിനു വേണ്ടി? ദുനിയാവിൻ്റെ അല്പനാളുകൾക്ക് വേണ്ടി, വിജയമുണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ. പ്രിയപ്പെട്ടവരെ, ആ റിസൾട്ടും പ്രതീക്ഷിച്ച് കഴിയുന്ന ആ മക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാൾ വലിയൊരു റിസൾട്ട് നമുക്ക് നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്നു. ആ റിസൾട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി അങ്ങനെ ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ പണിയെടുക്കേണ്ടുന്ന ഈ ദുനിയാവിൻ്റെ ദിവസങ്ങളാണ്. ഓരോ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നാം പരമാവധി ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യം സ്വാലിഹായ അമലിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.